ഹായ് ഗായ്സ്, വെൽക്കം ടു ദ റോയൽ ഫുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് ദോശ കൊണ്ട് ഒരു സംഭവമാണ്. അപ്പോൾ ഗോതമ്പ് മാവൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൊച്ചു കുട്ടികൾക്കൊക്കെ. ഞാനും ചെറുതിൽ എങ്ങനെയായിരുന്നു, ഞാൻ ഗോതമ്പ് പുട്ട് കഴിക്കില്ല, ദോശ കഴിക്കില്ല, അങ്ങനെ ഒരു സംഭവം കഴിക്കില്ല. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. മാവ്, തേങ്ങ, പഞ്ചസാര, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. മാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ഉപ്പ് ഒഴിച്ചാണ്, അല്ലാതെ അതിൽ തേങ്ങ മിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മൾ നോർമൽ ദോശ ചുടുന്ന മാവാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ വീട്ടിലുള്ള അടുപ്പിലാണ് ചെയ്യുന്നത്, വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ കല്ല് നന്നായിട്ട് ചൂടാകണം. ചൂടായതിനു ശേഷം ഇത് സാധാ ദോശയാണ്. ആദ്യം നല്ല ചൂടായതിനു ശേഷം സാധാ ഒരു ദോശ ചുട്ട് നോക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റത് ചൂടാം. നല്ല ചൂടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വരത്തുള്ളൂ. ചൂട് കുറവാണെങ്കിൽ ഒരുമാതിരി ഇരിക്കും, മീതയൊക്കെ ഒരുമാതിരി വേഗാത്ത പോലെയൊക്കെ ഇരിക്കും. അത് ഗോതമ്പ് മാവായതുകൊണ്ട് അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാം. ചുട്ടതിന് ശേഷം അത് ചുടാം. ഈ ദോശ ഒരു സൈഡ് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മറുഭാഗം കൂടെ വേവിച്ച് എടുക്കാം. നല്ല മൊരിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നല്ല മൊരിച്ചാണത് എടുക്കുന്നത്. അപ്പോൾ ദോശ വെന്തിട്ടുണ്ട്. ഈ ദോശ നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് നമ്മുടെ ഗോതമ്പ് ദോശ ചുടാം. അപ്പോൾ ആദ്യം മാവെടുത്ത് പരത്തി, അത് നമ്മൾ വെള്ളവും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. തേങ്ങയോ അങ്ങനെ സാധനങ്ങളൊന്നും അതിലിട്ടിട്ടില്ല. വെറും വെള്ളവും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് പരത്തി വിടുക. അതിനുശേഷം ഉടനെ തന്നെ അത് ഒരുപാട് വേവാനായിട്ട് നിൽക്കേണ്ട. ഉടനെ തന്നെ അതിലോട്ട് ആദ്യം പഞ്ചസാര തൂകിയതിന് ശേഷം അതിൽ ഇട്ട് നമ്മൾ തിരിച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലോട്ടിടാം. ഇത് എൻ്റെ അമ്മയാണത് ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് എത്തുന്നത്. അപ്പോൾ കണ്ടോ, ഇതേപോലെ തേങ്ങയും പഞ്ചസാരയും കൂടെ, ഈ തേങ്ങയുടെ മീതെ കൂടെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. അതിനുശേഷം ഇതിനെ ഉടനെ തന്നെ മടക്കി വെച്ച് വേവിക്കാം. അല്ലാതെ ഒരുപാട് നേരം അങ്ങനെ വെച്ചിരിക്കേണ്ട. ഇത് നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഇട്ട ഉടനെ തന്നെ മടക്കി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വേണം വയ്ക്കാനായിട്ട്. മടക്കി വെച്ച് രണ്ട് സൈഡും, ഒരു സൈഡ് ആദ്യം വേവിക്കണം. വേവിച്ച് അതിൻ്റെ വേവ് ഞാൻ കാണിച്ചു തരാം. അത് മറിക്കുമ്പോഴേക്കും അറിയാൻ പറ്റും. അത്രയും വേവണം, എന്നാലേ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേഗത്തുള്ളൂ. അല്ലെങ്കിൽ ഉൾഭാഗം വേഗത്തില്ല. ഒരു പച്ച മാവ് കലക്കി വെച്ചതുപോലെ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മറിച്ച് വെച്ച് കറക്റ്റായിട്ട് വെന്താൽ മാത്രമേ അതിനുള്ള ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ആ ഉള്ളിലുള്ള പഞ്ചസാരയും അലിഞ്ഞ് അതിലോട്ട് ആ തേങ്ങയിലോട്ട് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പഞ്ചസാര അലിയാതെ തന്നെ ഇരിക്കും. കണ്ടോ, ഈ സൈഡ് നല്ല രീതിയിൽ ഒരു മറ്റേ ബ്രൗൺ കളർ പോലെ ചെറുതായിട്ട് ആയിട്ടുണ്ട്. അത് ആ അളവ് മതിയാവും. ഓവറായിട്ട് വെച്ചിരുന്നാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ അളവിലോട്ട് ആക്കി എടുത്താൽ മതി. ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നന്നായിട്ട് മടക്കി, രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിനെ പൊട്ടിച്ച് കാണിച്ചു തരാം. രണ്ടെണ്ണം ചുട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, പഞ്ചസാര തേങ്ങയും കൂടെ അലിഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ട്. പഞ്ചസാര അല്ല, തരിയായിട്ടില്ല, അലിഞ്ഞ് ചേർന്നു അതിൽ. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഉടനെ വരും.
പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയ ദോശയ്ക്കുള്ളിൽ നമ്മൾ പഞ്ചസാരയും തേങ്ങയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് ചിലവർക്ക് മധുരം കഴിക്കാത്തവർ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് അതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് ദോശ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ നിജു, ബൈ ബൈ.